നമസ്കാരം. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിച്ചം പകരാൻ കഴിയുന്ന നാളത്തെ ദിവസമായ ഡിസംബർ മാസം 6-ാം തീയതി ശനിയാഴ്ച നാളത്തെ ജ്യോതിഷപരമായ പ്രാധാന്യത്തെയും ശുഭകരമായ ഫലങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പ്രതിപാദിക്കുവാനായി പോകുന്നത്. നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ ഓരോ ദിവസവും ഓരോ നക്ഷത്രത്തിൻ്റെ സ്വാധീനത്തിൽ നിലകൊള്ളുകയാണ്. അതുകൊണ്ട് ഈ നക്ഷത്രങ്ങളുടെ പൂർണ്ണ ഊർജവും ഗ്രഹങ്ങളുടെ സ്ഥാനവും ചേർന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിർണായക മിനിറ്റുകളെ ആയാലും നിമിഷങ്ങളെ ആയാലും പങ്കുവയ്ക്കുന്നത് അല്ലെങ്കിൽ നിർണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സുദിനങ്ങളും നമുക്കായി കരുതി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ആ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കാൻ നാം ഓരോരുത്തരും എന്ത് ചെയ്യണം എന്നതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഭാഗ്യം പൂർണ്ണമായി നമ്മളുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പരിഹാരങ്ങൾ ചെയ്ത് പൂർണ്ണ സജ്ജരായി കാത്തിരിക്കുവാനായി സാധിക്കുകയുള്ളൂ. ജ്യോതിഷപരമായി നാളെ ഒരു പ്രത്യേക ഊർജം വഹിക്കുന്ന ദിവസമാണ്. നാളത്തെ ദിവസത്തിൽ ചന്ദ്രൻ്റെയും മറ്റു ഗ്രഹങ്ങളുടെയും സ്ഥാനം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് അത്യധികം അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുന്നത്. ഏതൊരു കാര്യവും തുടങ്ങുന്നതിനും മുടങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനും നാളത്തെ ദിവസം അതീവ ശുഭകരമായി കരുതുന്നു. അപ്പോൾ കുടുംബ ബന്ധങ്ങളിലും അതേപോലെ തന്നെ സൗഹൃദങ്ങളിലും സ്നേഹവും ഐക്യവും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത, അതായത് ബന്ധങ്ങളിൽ ദൃഢതയുണ്ടാകുന്നതിന് സഹായിക്കുന്നതായ ഒരു ദിവസമാണ് നാളെ. പുതിയ ചില ആശയങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുവാനും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും തടസ്സങ്ങളൊക്കെ മാറി ജീവിതപാത സന്തോഷമായി സുഗമമായി മുന്നോട്ട് പോകുന്നതിനും നാളത്തെ ദിവസം വളരെയധികം സഹായിക്കുന്നുണ്ട്. മനസ്സിന് ശാന്തതയും ശരീരത്തിന് ഉന്മേഷവും നൽകുന്ന ഗ്രഹസ്ഥാനം കൂടി നാളെ അനുകൂലമായി വരുന്നുണ്ട്. നമ്മളുടെ പൂർവികർ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് ദൈവം നമുക്ക് അനുകൂലമായ ഊർജം എപ്പോഴും തന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അത് സ്വീകരിക്കേണ്ടത് നമ്മുടെ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ നമ്മുടെ കടമയാണ്. അതിനാൽ ഓരോ ദിവസങ്ങളിലും വരുന്ന ശുഭകരമായ ഫലങ്ങൾ എന്തൊക്കെയാണ്, അത് ആർക്കൊക്കെയാണ് ഗുണകരമായി വരുന്നത്, ആ ഫലത്തെ പൂർണ്ണമായി നമ്മളിലേക്ക് എത്തിക്കുവാൻ നമ്മളാൽ എന്തെല്ലാം ചെയ്യുവാൻ സാധിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഡിസംബർ 6 ഏറ്റവും കൂടുതൽ ഭാഗ്യം കടാക്ഷിക്കാൻ സാധ്യതയുള്ള 4 പ്രധാന നക്ഷത്രങ്ങളെയും അവരുടെ ശുഭഫലങ്ങളെയും കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാനായി പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ലക്ഷ്മി കടാക്ഷമുള്ളൊരു ദിവസമാണ് നാളെ. സാമ്പത്തിക മുന്നേറ്റം അതിലൂടെ ഉണ്ടാകുന്നതാണ്. നാളത്തെ ദിവസം ധനപരമായ കാര്യങ്ങളിൽ ഏറ്റവും അനുകൂലമാണ്. മുടങ്ങിക്കിടന്ന സാമ്പത്തിക ഇടപാടുകളൊക്കെ തീർപ്പുണ്ടാക്കുവാൻ നാളത്തെ ദിവസം സാധിക്കും. പുതിയ ഏതെങ്കിലും നിക്ഷേപങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിലും നാളത്തെ ദിവസം ഉചിതമായ സമയമാണ്. ജോലിയും അതായത് കർമ്മമേഖലയും ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ശമ്പള വർധനവോ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ കുടുംബത്തിലും ഐശ്വര്യവും സമാധാനവും നിറയുന്ന ഒരു ദിവസമായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് നാളത്തേത്. അപ്പോൾ നാളത്തെ ഏറ്റവും ശുഭകരമായ ഫലങ്ങളാണ് വായ്പാ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കൊടുക്കൽ വാങ്ങലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകുക. കൂടാതെ കലാപരമായ കഴിവുകൾക്ക് ചില അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ദിവസമാണ്. ഇനി ദമ്പതികൾക്ക് ധനലാഭത്തിനുള്ള, അതായത് ഭാര്യയ്ക്ക് ഭർത്താവ് വഴിയാണെങ്കിലും ഭർത്താവിന് ഭാര്യയിൽ നിന്നാണെങ്കിലും ചില ധനലാഭത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. രണ്ടാമത്തെ നക്ഷത്രം പൂയമാണ്. തടസ്സങ്ങൾ നീങ്ങി മാനസിക സന്തോഷം വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും പൂയം നക്ഷത്രക്കാർക്ക്. ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ നീങ്ങി ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ദിവസമാണ് പൂയം നക്ഷത്രക്കാർക്ക് നാളത്തേത്. തൊഴിൽപരമായ കാര്യങ്ങളിലെ ആശയക്കുഴപ്പങ്ങൾ മാറുന്നതാണ്. ശത്രുദോഷ നിമിത്തം നിങ്ങൾക്കുണ്ടാകുന്ന വലച്ചിലുകൾ കുറയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ നാളത്തെ ദിവസം എന്തെങ്കിലും പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ആ പരീക്ഷയിൽ ഉന്നത വിജയം നിങ്ങളെ തേടിയെത്തും. മനസ്സിനെ അലട്ടിയിരുന്ന ഭാരങ്ങൾ, അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇറക്കി വെച്ച് സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായി സാധിക്കുന്ന ദിവസമാണ്. നീണ്ടകാലമായി നിങ്ങളെ വലച്ചുകൊണ്ടിരുന്ന അസുഖങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. കുടുംബത്തിൽ മുതിർന്നവരിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പിന്തുണ ലഭിക്കുന്നതാണ്. പുതിയൊരു വീട് അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാനുള്ള പദ്ധതികൾക്ക് കൂടി നാളത്തെ ദിവസം പൂയം നക്ഷത്രക്കാർക്ക് തുടക്കമാകുന്നതാണ്.
ഇനി അടുത്ത ശുഭനക്ഷത്രമായി വരുന്നത് അത്തമാണ്. കർമ്മരംഗത്ത് വിജയം ഉണ്ടാവുകയും സാമൂഹികമായി അംഗീകാരം ഉണ്ടാവുകയും ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലഭിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും അത്തം നക്ഷത്രക്കാർക്ക് നാളത്തേത്. അപ്പോൾ പരിശ്രമങ്ങൾക്കുള്ള ഫലം നാളത്തെ ദിവസം ലഭിക്കും. ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാനുള്ള സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ കരാറുകളും പങ്കാളിത്തവും ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. സമൂഹത്തിൽ നിന്ന് നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വളരെ വിലയുണ്ടാകുന്ന ദിവസമാണ്. പുതിയ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളുടെ ചുമലിലേക്ക് വന്നു ചേരും. യാത്രകൾ കൊണ്ട് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും. തർക്കങ്ങളിൽ വിജയം നിങ്ങൾക്ക് ലഭിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചെടുക്കാനും നാളത്തെ ദിവസം നിങ്ങൾക്ക് കഴിയുന്നതാണ്. അടുത്ത ശുഭനക്ഷത്രമായി വരുന്നത് അവിട്ടമാണ്. ഊർജ്ജസ്വലതയും സാഹസികത അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്നിവ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. നാളെ അവിട്ടം നക്ഷത്രക്കാരായ നിങ്ങൾക്ക് അത്യധികം ഊർജ്ജസ്വലമായ ഒരു ദിവസമാണ് നാളെ. മുമ്പ് പല ഭയം കാരണം ഒഴിവാക്കിയ പല കാര്യങ്ങളെയും നാളത്തെ ദിവസം ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. ശാരീരികമായി കരുത്തുണ്ടാവുകയും മാനസികമായി ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. കലാകായിക രംഗത്തുള്ളവർക്കും പ്രതിരോധ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഇത് നേട്ടത്തിൻ്റെ സമയമാണ്. നാളെ ചില അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിത ഭാഗ്യമെന്ന് പറയുമ്പോൾ ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികളിൽ നിന്നും ധനം വന്നു ചേരാൻ യോഗം കാണുന്നുണ്ട്. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം വീണ്ടും മെച്ചപ്പെടുന്നതാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും അവരുമായി വിള്ളലുകൾ, അതായത് സംസാരം പ്രശ്നം, വാക്കുതർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിലാക്കി പരിഹരിക്കാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്കായി ശക്തമായി വാദിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ. അപ്പോൾ ഈ ശുഭകരമായ ഫലങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് ചെയ്യേണ്ട ചില പരിഹാര ക്രിയകളുണ്ട്. അതായത് ജ്യോതിഷത്തിൽ പരിഹാരങ്ങൾ എന്നത് വലിയ ഒരു പൂജയോ അല്ലെങ്കിൽ ചിലവേറിയ ചടങ്ങുകളോ ഒന്നുമല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. അത് നമ്മുടെ മനസ്സിനെയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയും ശുദ്ധീകരിക്കുക എന്നതും പ്രപഞ്ചത്തിൻ്റെ നല്ല ഊർജത്തെ നമ്മളിലേക്ക് എത്തുന്നതിനെ സ്വീകരിക്കാൻ നമ്മൾ സജ്ജമാക്കിയിരിക്കുക അല്ലെങ്കിൽ സജ്ജമായിരിക്കുക എന്നതുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാളത്തെ ഈ ശുഭഫലങ്ങൾ പൂർണ്ണമായി അനുഭവിക്കുവാനും അത് നിലനിർത്തി നിങ്ങളിൽ ഗുണകരമായ ഫലങ്ങളെ, മാറ്റങ്ങളെ കൊണ്ടുവരാനും ഈ നക്ഷത്രക്കാരായ, അതായത് 4 നക്ഷത്രക്കാരായ ആളുകൾ ചെയ്യേണ്ട ചില പരിഹാരങ്ങളുണ്ട്. അതായത് നാളത്തെ ദിവസം നിങ്ങൾ രാവിലെ വീട്ടിലെ പൂജാമുറിയിൽ നിങ്ങൾ തന്നെ നിലവിളക്ക് തെളിയിക്കുക. അതായത് ഈ പറഞ്ഞ നക്ഷത്രക്കാർ തന്നെ നിലവിളക്ക് തെളിയിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. വിഷ്ണു സഹസ്രനാമം ഒരു തവണയെങ്കിലും നാളത്തെ ദിവസം രാവിലെ നിങ്ങൾ ജപിക്കുക. ഇത് സാമ്പത്തികമായി ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിനും ഒരു സാമ്പത്തിക സ്ഥിരത വന്നു ചേരുന്നതിനും സഹായിക്കും. അതേപോലെ തന്നെ കുറഞ്ഞ അളവിൽ പാലോ അല്ലെങ്കിൽ പാൽപ്പായസം ഉണ്ടാക്കിയോ ഭഗവാന് നിവേദിച്ച ശേഷം അത് പ്രസാദമായി നിങ്ങൾ കഴിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. കഴിയുമെങ്കിൽ നാളത്തെ ദിവസം ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് അന്നം ദാനമായി നൽകുന്നതും ഏറ്റവും അധികം ഉത്തമമായിരിക്കും. ഈ നാളത്തെ ദിവസം പൂയം നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാരം, നിങ്ങൾ ശിവക്ഷേത്രത്തിലോ ഗണപതി ക്ഷേത്രത്തിലോ രാവിലെ പോകേണ്ടതാണ്. കൂടാതെ നാളത്തെ ദിവസം ശിവക്ഷേത്രത്തിൽ കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നത് ഉത്തമമാണ്. ഇത് നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ നീങ്ങി കാര്യസാധ്യത്തിന് നിങ്ങളെ സഹായിക്കും. കൂടാതെ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം രാവിലെ വിളക്ക് കത്തിച്ചതിനു ശേഷം 108 ഉരു നിങ്ങൾ ജപിക്കേണ്ടതാണ്. നാളത്തെ ദിവസം വൃക്ഷങ്ങളെ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒരു ചെടി നട്ടു പരിപാലിക്കുകയോ ചെയ്യുന്നത് അത്യധികം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾ കൊണ്ടുതരും. സമ്പത്ത് ഉയരുന്നതിനും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നതിനും തീർച്ചയായും പൂയം നക്ഷത്രക്കാർ നാളത്തെ ദിവസം മരങ്ങൾ പരിപാലിക്കുകയും ഒരു ചെടിയെങ്കിലും നിങ്ങളുടെ കൈകൊണ്ട് നട്ടു വളർത്താൻ സാധിച്ചാൽ അതും ഉത്തമമാണ്. ഇനി അത്തം നക്ഷത്രക്കാർ നാളത്തെ ദിവസം ചെയ്യേണ്ട പരിഹാരം, സൂര്യോദയ സമയത്ത് സൂര്യനെ നോക്കി മനസ്സിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതായത് ആദിത്യ ഹൃദയം ചൊല്ലുന്നത് ഉത്തമമാണ്. തൊഴിൽപരമായി തടസ്സം നേരിടുന്നവരാണെങ്കിൽ, ഒരു തൊഴിലിനായി ശ്രമിക്കുന്നവരാണെങ്കിലും അത്തം നക്ഷത്രക്കാരായ ആളുകൾ നാളത്തെ ദിവസം ഈ ഒരു കാര്യം തീർച്ചയായും ചെയ്യുക. ഇളം ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നാളത്തെ ദിവസം കൂടുതൽ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായിക്കും. പൊളി നിറത്തിലുള്ള വസ്ത്രങ്ങളില്ലെങ്കിൽ ഇതേ നിറത്തിലുള്ള തൂവാല കയ്യിൽ കരുതിയാലും മതിയാകും. മറ്റുള്ളവരുടെ പരിശ്രമങ്ങളെയും കഴിവുകളെയും മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുവാനും ഇത് നിങ്ങളുടെ സാമൂഹിക അംഗീകാരം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും എന്ന ഒരു ബോധം മനസ്സിൽ വയ്ക്കുവാനും നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അവിട്ടം നക്ഷത്രക്കാർ ചെയ്യേണ്ടത്, നാളത്തെ ദിവസം നിങ്ങൾ സുബ്രഹ്മണ്യ ഭഗവാനെയാണ് ധ്യാനിക്കേണ്ടത്. സുബ്രഹ്മണ്യ ഭഗവാനെ ധ്യാനിക്കുന്നതിനോടൊപ്പം തന്നെ മുരുക ഭഗവാനെ ധ്യാനിക്കുക. മുരുക ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക. അത് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് സഹായിക്കും.
സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഗണപതി ഭഗവാനെ കൂടി ആരാധിക്കുക. അതായത് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഗണപതി ഭഗവാനെ ദർശിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അത്യാവശ്യമാണ്. അതും സാധിക്കാത്ത പക്ഷം അയ്യപ്പസ്വാമിയെ, ഇവരെ 3 പേരിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കാം, അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം, അതേപോലെ ഗണപതി ഭഗവാനെ. ഇതിൽ 3-ൽ ആരെ നിങ്ങൾക്ക് നാളത്തെ ദിവസം പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ഇവരിൽ ആരുടെ ക്ഷേത്രത്തിൽ വേണമെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ്. നാളത്തെ ദിവസം എരിവുള്ളതായ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും ഉത്തമമാണ്. കൂടാതെ നിങ്ങൾ നാളത്തെ ദിവസം പ്രാധാന്യം കൊടുക്കേണ്ടത് ഭഗവാൻ സുബ്രഹ്മണ്യനാണ്. അതുകൊണ്ട് തന്നെ ഓം ശരവണഭവ എന്ന മന്ത്രം ജപിക്കുക. അടുത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമില്ല, അല്ലെങ്കിൽ പോകുന്നതിന് ബുദ്ധിമുട്ടാണെങ്കിൽ സാരമില്ല, രാവിലെ എഴുന്നേറ്റ് ഒരു 108 ഓം ശരവണഭവ എന്ന ഈ ഒരു മന്ത്രം ജപിക്കുന്നതും കർമ്മ വിജയം ഉണ്ടാക്കുന്നതിന് സഹായിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ രാവിലെ തന്നെ നാളത്തെ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനമോ അതും അല്ലെങ്കിൽ ഗണപതി ക്ഷേത്ര ദർശനമോ നടത്തിയത് 3-ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ അവിട്ടം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ലഭിക്കേണ്ടതായ ഫലങ്ങൾ നിങ്ങൾ തീർച്ചയായും വന്നു ചേരും. ഇതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നമുക്ക് വഴികാട്ടുക മാത്രമല്ല ചെയ്യുന്നത്, നമുക്ക് ലഭിക്കുന്ന ശുഭഫലങ്ങളെ ഇരട്ടിയാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുന്നതിനും സഹായിക്കും. അപ്പോൾ ആ അനുഗ്രഹത്തെ ജീവിതത്തിൽ നിലനിർത്തേണ്ടതും വളർത്തേണ്ടതും നമ്മുടെ കടമ മാത്രമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നക്ഷത്രങ്ങൾ അനുകൂലമായ ഓരോ ദിവസത്തെ നമ്മൾക്ക് പ്രയോജനം നൽകുമ്പോൾ ആ ഒരു പ്രയോജനത്തെ നമ്മൾ പ്രത്യാശയോടും നേട്ടത്തോടും കൂടി കാണുകയും ലളിതമായ പരിഹാരങ്ങൾ അല്ലെങ്കിൽ ഭക്തിയോടുകൂടി ഒരു ദിവസത്തെ മുന്നോട്ട് നയിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. മറ്റൊരാൾക്കും നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വീശുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വീശുവാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. മടിപിടിച്ചിരിക്കാതിരിക്കുക. നാളത്തെ ദിവസം ഇവിടെ പറഞ്ഞിരിക്കുന്ന രോഹിണി, പൂയം, അത്തം, അവിട്ടം നക്ഷത്രക്കാർക്കൊക്കെ വളരെ ശുഭകരമായ ദിവസമാണ്. അവർക്ക് മാത്രമല്ല, എല്ലാ നക്ഷത്രക്കാർക്കും ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വ്യക്തിക്കും ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസം തന്നെയാകും ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും നാളത്തെ ദിവസം നല്ല മംഗളകരമായ കാര്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.